എല്ലാ മുസ്ലിം സംഘടനകളും അകറ്റി നിർത്തിയ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പൂർണ്ണമായി പാലസ്തീനോടൊപ്പമായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ കൂടെ യാസർ അറാഫത്ത് കൂടി നിന്നത് അന്നത്തെ ലോകം ഏറ്റവും അധികം ശ്രദ്ധിച്ച കാര്യമായിരുന്നു. ആരാ മാറ്റിയതാ നയം? എന്തുകൊണ്ടാ മാറ്റിയത്? കോൺഗ്രസിന് പിന്നീട് വലിയ തോതിലുള്ള മാറ്റം വന്നു, വലിയ മൂല്യശോഷണം സംഭവിച്ചു. തീർത്തും നെറികെട്ട ഒരാക്രമണമാണ് ഇറാന് നേരെ ഇസ്രയേൽ നടത്തിയത്. ഇസ്രയേലിനെ ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? ലോക പോലീസ് ചമയുകയാണ്. ഇതാണ് നേരത്തെ അമേരിക്ക ചെയ്തത്. അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തും കാണിക്കാം എന്ന നിലയിലേക്ക് ഇസ്രയേൽ എത്തുന്നു. ഈ വേദിയിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ, സഹോദരി സഹോദരന്മാർ, തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിലാണ് നാം ഇപ്പോ എത്തി നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടെ എല്ലാ മണ്ഡലങ്ങളിലും നടക്കേണ്ട തെരഞ്ഞെടുപ്പിന്റെ കൂടെ നടക്കേണ്ട ഒന്നായിരുന്നു. ഞങ്ങളുടെ കൂടെ കൂടിയൊരാള് വലിയ വഞ്ചകനായി പോയതുകൊണ്ട് ആ മനുഷ്യൻ കാണിച്ച വഞ്ചനയുടെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോ നേരിടേണ്ടി വന്നു. പക്ഷേ ചരിത്രമൊരിക്കലും വഞ്ചനക്കും വഞ്ചകർക്കും മാപ്പ് കൊടുക്കാറില്ല. അതേ നില ഇവിടെ ഇനിയുള്ള നാളുകളിൽ കൂടുതൽ തെളിമയോടെ വ്യക്തമാകാൻ പോവുകയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോ ഈ മണ്ഡലത്തില് LDF കൃത്യമായ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് തയ്യാറായിട്ടുള്ളത്. ഞങ്ങള് നിർത്തിയ സ്ഥാനാർത്ഥി ഈ മണ്ഡലം വലിയ തോതിൽ സ്വാഗതം ചെയ്ത ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് ഏത് ചുമതലയും ഭംഗിയായി നിർവഹിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. അത്തരമൊരാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ഇപ്പൊ കാണുന്ന അനുഭവം ദിവസം കഴിയുന്തോറും നല്ല രീതിയിൽ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. M. സ്വരാജ് ഈ നാട്ടുകാരനാണ്. നാടിന്റെ എല്ലാ സ്പന്ദനങ്ങളും ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പൊതുപ്രവർത്തനമാണ് ആ സഖാവ് നടത്തി വന്നിട്ടുള്ളത്. LDF-കാരല്ലാത്ത നല്ലൊരു ഭാഗം ആളുകൾ ഈ സ്ഥാനാർത്ഥിത്വം സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ഉള്ള അനുഭവം. ഇത് വലിയ തോതിൽ അങ്കലാപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ എതിരാളികൾ. ഇവിടെ UDF ആ അങ്കലാപ്പ് മറച്ചു വെക്കുന്നില്ല. എങ്ങനെ കാര്യങ്ങൾ തങ്ങളുടെ വശത്താക്കാൻ കഴിയുമെന്ന് ആലോചിക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും
അവർക്ക് കിട്ടുന്ന പ്രതികരണം ഗുണകരമായിട്ടുള്ളതല്ല. അപ്പോ സാധാരണ നില വിട്ട് കളിക്കാൻ അവർ തയ്യാറാവുകയാണ്. അതാണ് ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്തിയത് എന്ന് നാം കാണണം. ജമാഅത്തെ ഇസ്ലാമി എന്നത് നമ്മുടെ നാട്ടിന് അപരിചിതമായ ഒന്നല്ല. എല്ലാവർക്കും പരിചിതമായ ഒരു പേരാണ്. എങ്ങനെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന നിലയിൽ നാട് നേരത്തെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും അകറ്റി നിർത്തിയ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി. അത് പല ഘട്ടങ്ങളിൽ പരസ്യമാക്കപ്പെട്ട കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനായി അവർ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. കുറെ വർഷം മുൻപാണ് മാധ്യമം ദിനപത്രം അവരാരംഭിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപ്രചരണത്തിനു വേണ്ടി തയ്യാറാക്കിയ ഒന്നായിരുന്നു അത്. ആ ദിനപത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവരുമായി സഹകരിക്കാത്ത ആളുകളെ അടക്കം അവർ പ്രത്യേകമായി ക്ഷണിച്ചു. ആ ക്ഷണിച്ച കൂട്ടത്തില് ഒരു പേര് പാണക്കാട് ശിഹാബ് തങ്ങളായിരുന്നു. ആ പരിപാടിയിൽ ശിഹാബ് തങ്ങൾ പങ്കെടുത്തില്ല. പങ്കെടുക്കാതിരുന്നത് നേരത്തെ മുതൽ സ്വീകരിച്ച ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. കുറെ വർഷങ്ങൾ പിന്നിടുന്നു. ശിഹാബ് തങ്ങള് മൺമറയുന്നു. പാണക്കാട് ഹൈദരലി തങ്ങൾ ഇതേപോലെ ഒരു ക്ഷണത്തെ നേരിടേണ്ടി വരുന്നു. അത് ദൃശ്യമാധ്യമത്തിന്റെ മീഡിയ വൺ എന്ന പേരിലുള്ള ദൃശ്യമാധ്യമത്തിന്റെ ഉദ്ഘാടന പരിപാടി. അതിലേക്ക് ക്ഷണിച്ചത് പാണക്കാട് ഹൈദരലി തങ്ങളെയായിരുന്നു. അദ്ദേഹവും പങ്കെടുത്തില്ല. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാടും മനോഭാവവും എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ കാലത്തിൽ നിന്ന് എന്ത് മാറ്റമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത്? അടുത്ത കാലത്ത് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ആ തെരഞ്ഞെടുപ്പില് BJP സഹായിക്കുന്ന നിലപാടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി അവിടെ എടുത്തത്. പ്രധാനമായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും കാശ്മീരിലെ അറിയപ്പെടുന്ന നേതാവുമായ തരിഗാമി മത്സരിച്ച മണ്ഡലത്തിൽ തരിഗാമിയെ പരാജയപ്പെടുത്തണമെന്ന നിർബന്ധം
BJPക്ക് ഉണ്ടായിരുന്നു. BJPയെ സഹായിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി. അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാശ്മീരിലെ പ്രവർത്തകരെല്ലാം കേന്ദ്രീകരിച്ചു. പക്ഷേ തരിഗാമിയെ തന്നെ ജനങ്ങൾ വീണ്ടും തെരഞ്ഞെടുത്തു. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. അവരെ എങ്ങനെയാണ് ലീഗിന് വലിയ സ്വീകാര്യത വന്നത്? കോൺഗ്രസ് അവരെ സ്വീകരിക്കുന്നത് ലീഗ് നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ടാണല്ലോ. ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വരവിട്ട് തോന്നുന്നു. അത് കഴിയട്ടെ. അപ്പോ ലീഗ് നേതൃത്വം അറിയാതെയല്ല കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടത് എന്നത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പോഴത് പരസ്യമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എത്രമാത്രം ഗതികേടിലാണ് UDF എത്തുന്നത് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ വ്യക്തമാക്കാനുള്ളൂ. LDF എന്ന നിലക്ക് ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഒരു വിഘടന ശക്തിയുടെയോ വർഗീയ ശക്തിയുടെയോ പിന്തുണയോ ആശീർവാദമോ ആവശ്യമില്ല. ഞങ്ങള് മതനിരപേക്ഷതയുടെ പൂർണ്ണമായ പിന്തുണയാണ് ആഗ്രഹിക്കുന്നത്. അതിനുതകുന്ന നിലപാടുകളാണ് ഞങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിലപാടുകളുടെ കാര്യം പറയുമ്പോൾ ഞങ്ങള് കൃത്യതയാർന്ന നിലപാടാണ് തുടർച്ചയായി സ്വീകരിച്ചു വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അത് രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കുക, നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഭരണഘടന സംരക്ഷിക്കുക, ഇപ്പോൾ നിലനിൽക്കുന്ന പാർലമെന്ററി ജനാധിപത്യം തുടരുന്നതിന് അതിന്റെ സംരക്ഷണം ആവശ്യമാണ്. ആ സംരക്ഷണം ഉണ്ടാവുക. ഇത്തരം നിലപാടുകൾ രാജ്യത്തിനകത്ത് സ്വീകരിക്കുമ്പോൾ തന്നെ സാമ്രാജ്യത്വത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എല്ലാ കാലത്തും രാജ്യത്ത് ഇടതുപക്ഷവും കേരളത്തിൽ LDF-ഉം സ്വീകരിക്കാറുണ്ട്. ഇവിടെ സാമ്രാജ്യത്വത്തിന്റെ ആജ്ഞകൾ വിനീത വിധേയരായി അനുസരിക്കേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ ഗണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പോ രാജ്യം ഭരിക്കുന്ന BJP-യും നേരത്തെ രാജ്യം ഭരിച്ച കോൺഗ്രസുമാണ്. ഈ രണ്ടു കൂട്ടരും
സാമ്രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ വക്താക്കളായിക്കൊണ്ടാണ് നിലകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായി അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ താല്പര്യം അംഗീകരിച്ചുകൊണ്ട നിലപാടുകളാണ് ഈ രണ്ടു കൂട്ടരും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ നേരത്തെ സഖാ ഗോവിന്ദ മാസ്റ്ററുടെ പറഞ്ഞ ഇസ്രയേലുമായി ഒരു ബന്ധവുമില്ലാത്തവരായിരുന്നു നമ്മൾ. നമ്മുടെ പാസ്പോർട്ടുകളിൽ ഇസ്രയേലിലേക്ക് പോകാൻ അനുമതിയില്ല എന്ന് നേരത്തെ അടയാളപ്പെടുത്തുമായിരുന്നു. അതായിരുന്നു നമ്മുടെ ബന്ധം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പൂർണ്ണമായി പാലസ്തീനോടൊപ്പമായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ കൂടെ യാസർ അറാഫത്ത് കൂടി നിന്നത് അന്നത്തെ ലോകം ഏറ്റവും അധികം ശ്രദ്ധിച്ച കാര്യമായിരുന്നു. ആരാ മാറ്റിയതാ നയം? എന്തുകൊണ്ടാ മാറ്റിയത്? കോൺഗ്രസിന് പിന്നീട് വലിയ തോതിലുള്ള മാറ്റം വന്നു. വലിയ മൂല്യശോഷണം സംഭവിച്ചു. സാമ്രാജ്യത്വത്തിന് എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു ഇന്ത്യ ഗവൺമെന്റ്. ചേരിചേരാ നയം അതിന്റെ സത്ത സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ മൂന്നാം ലോക രാഷ്ട്രങ്ങളാകെ, ലോകത്തിലെ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങളാകെ ഇന്ത്യയെ വലിയ തോതിൽ അംഗീകരിച്ചത്. വലിയ പിന്തുണ നമ്മുടെ രാജ്യത്തിൽ ലഭിച്ചത്. നമ്മുടെ സാമ്പത്തിക ശേഷിയോ നമ്മുടെ ആയുധബലമോ ആയിരുന്നില്ല. ഈ നയത്തിന്റെ ഭാഗമായാണ് ലോകമാകെ ഇന്ത്യയുടെ വാക്കുകൾ ശ്രദ്ധിച്ചത്. മെല്ലെ മാറ്റം വന്നു. അതിന് ആ മാറ്റം കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ ചലനങ്ങളുണ്ടാക്കി. അമേരിക്കയുടെ സമ്മർദ്ദം, ഇസ്രയേലുമായി ചങ്ങാത്തത്തിലേക്ക് ഏർപ്പെടുന്നു. വലിയ ചങ്ങാത്തം. അവരുമായുള്ള ബന്ധമില്ലായ്മ അവസാനിപ്പിക്കുന്നു. പിന്നീട് ബിജെപിക്ക് നേതൃത്വം കൊടുക്കുന്ന RSS ഇസ്രയേലിലെ സയനിസ്റ്റിന്റെ ഇരട്ട സഹോദരനാണ്. അവർ തമ്മിൽ ആ തരത്തിലുള്ള ഒരു ബന്ധമാണ്. കോൺഗ്രസ് തുറന്ന വഴിയിൽ നല്ലതുപോലെ ബിജെപി സഞ്ചരിക്കുന്നു. ഇപ്പോ വലിയ തോതിൽ ആയുധം ഇസ്രയേലിൽ നിന്ന് നാം വാങ്ങിക്കൂട്ടുന്നു. അമേരിക്കയുമായി തന്ത്രപരമായ സഖ്യശക്തി എന്ന് നിലവന്നിരിക്കുന്നു. അത് എവിടെ എത്തിക്കും? ഇസ്രയേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരത്തെയുള്ള നിലപാടല്ല ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ചു പോകുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയങ്ങൾ വന്നപ്പോ ഒരു ശങ്കയുമില്ലാതെ ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങളോടൊപ്പം നിന്ന് ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ അപലപിക്കാൻ ബാധ്യതപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ
നാം അപലപിച്ചില്ല. നാം ഇസ്രായേലിനെ എതിർക്കാൻ തയ്യാറായില്ല. ആ പ്രമേയത്തിനോടൊപ്പം നിൽക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചില്ല. ഒരു തവണയല്ല, ഒന്നിലധികം തവണ ഇതേ നിലപാട് നാം കണ്ടു. ഇവിടെ ഇസ്രായേലിന് പരസ്യമായി കൂറ് പ്രഖ്യാപിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെയും നമ്മൾ കണ്ടു. ഇപ്പോ തീർത്തും നെറികെട്ട ഒരാക്രമണമാണ് ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേലിനെ ആരെ ഏൽപ്പിച്ചിരിക്കുന്നു? ലോക പോലീസ് ചമയുകയാണ്. ഇതാണ് നേരത്തെ അമേരിക്ക ചെയ്തത്. അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നുള്ളതുകൊണ്ട് എന്തും കാണിക്കാം എന്ന നിലയിലേക്ക് ഇസ്രായേൽ എത്തുന്നു. അങ്ങനെയാണ് ആക്രമണം. അവിടെ നിഷ്ഠുരമായ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. എല്ലാം സാധാരണഗതിയിൽ രാഷ്ട്രങ്ങൾ പാലിക്കേണ്ട മര്യാദകൾ ലംഘിച്ചുകൊണ്ടാണ്. ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്തേ അത്തരമൊരു നിലപാടിനെ, അത്തരമൊരു ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്ന കൂട്ടത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുന്നില്ല? ഇതാണ് പ്രശ്നം. നമ്മുടെ രാജ്യം ശക്തമായ നിലപാടെടുക്കണ്ടേ? ഇസ്രായേലിനോട് ഈ രീതിയിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിനോട് സാധാരണഗതിയുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തണ്ടേ? പൊതുവാചകങ്ങളാണോ പറയേണ്ടത്? അക്രമിയെ അക്രമിയായി കാണണ്ടേ? ആ അക്രമിയെ തള്ളിപ്പറയാൻ തയ്യാറാകണ്ടേ? അപ്പോഴാണ് ഇസ്രായേലിനോടുള്ള ബന്ധം, ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന അമേരിക്കയുമായുള്ള ബന്ധം, ഇതെല്ലാം കൂടിച്ചേർന്നല്ലേ ഇത്തരം കാര്യങ്ങളിൽ. ആദ്യം ഞാൻ പറഞ്ഞു വന്നത് നിലപാടിന്റെ കാര്യമാണ്. തെളിമയാർന്ന നിലപാടാണ് LDF എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതില് ഒരു ഘട്ടത്തിലും ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല. രാജ്യവ്യാപകമായി ഇടതുപക്ഷം സ്വീകരിക്കുന്ന നിലപാട് അതാണ്. പാലസ്തീൻ ഐക്യദാർഢ്യം വന്നപ്പോ നമ്മൾ കണ്ടില്ലേ, ഗാസയിലെ കൂട്ടക്കുരുതിക്കെതിരെ ശക്തമായ പ്രതികരണമാണല്ലോ നമ്മുടെ രാജ്യ തലസ്ഥാനത്തടക്കം നടത്തിയത്. ഇടതുപക്ഷത്തിന് പ്രയാസം ഉണ്ടായിട്ടാലോ? നമ്മുടെ രാജ്യത്തെ വലിയൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്. രാജ്യത്ത് എവിടെയാ അവര് ഈ പറയുന്ന ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തയ്യാറായത്? എന്തേ? ഇവിടെ ചിലയിടത്ത് നടത്തിയത് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇവിടെ നടത്തിയതുണ്ട്. അതെപ്പോഴാ? അവിടുത്തെ ചില കാര്യങ്ങൾ അവസാനിച്ചു എന്ന് കണ്ടപ്പോഴാണ് ഇവിടെ നടത്തിയത്. നമ്മുടെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അവസാനിച്ചു കഴിഞ്ഞപ്പോ ഇവിടുത്തെ പ്രതികരണത്തിന്റെ കൂടെ നിന്നു. അതല്ലേ ഉണ്ടായത്? അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒളിച്ചുകളിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞങ്ങൾ നിലപാടുകൾ നാടിന്റെയും രാജ്യത്തിന്റെയും മുന്നിൽ തുറന്നു വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള എല്ലാ അക്രമങ്ങളെയും തള്ളിപ്പറയുന്ന, തെറ്റിനെ തെറ്റായി കാണുന്ന, സാമ്രാജ്യത്വം കാണിക്കുന്ന കൊടും ക്രൂരതകൾ എല്ലാ ഘട്ടത്തിലും
തുറന്നു കാണിക്കുന്ന, അതിനെതിരെ ജനങ്ങളെ അണിനിരത്താൻ തയ്യാറാകുന്ന സമീപനമാണ് ഇടതുപക്ഷവും LDF-ഉം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2016 കേരളത്തിലെ ജനങ്ങൾ LDF-നെ അധികാരത്തിലേറ്റി. അതിന്റെ തുടർച്ചയായി 5 വർഷം കഴിഞ്ഞ് 2021 നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വന്നപ്പോ അതേ ഭരണം, LDF-ന്റെ ഭരണം തുടരട്ടെ എന്ന് ജനങ്ങൾ കേരളത്തിന്റെ ചരിത്രം തിരുത്തിക്കൊണ്ട് തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ 2016 മുതലുള്ള 9 വർഷക്കാലം ഞങ്ങൾ കേരളത്തില് ഭരണം നിർവഹിക്കുകയാണ്. 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു. ഈ 9 വർഷം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം LDF സർക്കാർ എന്ത് ചെയ്തു എന്നത് പരിശോധിക്കാനും വിലയിരുത്താനും കഴിയുന്ന ഒരു ഘട്ടം കൂടിയാണിത്. ഇവിടെ ചിലർ പറയുന്നത് നമ്മുടെ കേരളത്തിന് വികസന കാര്യങ്ങളെ കുറിച്ചൊന്നും പറയാനില്ല എന്നാണ്. അത് സാധാരണഗതിയിൽ കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കാത്ത, കേരളത്തിൽ അധിക നാളുകൾ ചെലവഴിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് അങ്ങനെ പറയാനാവും. നമ്മുടെ കേരളം 2016 നിന്ന് എത്രമാത്രം മുന്നോട്ട് പോയി എന്നത് ആളുകളുടെ അനുഭവത്തിലുള്ള കാര്യമാണല്ലോ. 2016 മുൻപ് കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന ഒരു പൊതുബോധമാണ് ഉണ്ടായിരുന്നത്. ആ പൊതുബോധത്തിലാണ് മാറ്റം വന്നത്. അത് കേവലമായ ഒരു മാറ്റമായിരുന്നില്ല, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റമാണ്. നടക്കില്ല എന്ന് അനുഭവത്തിലൂടെ കണ്ട വിവിധ പദ്ധതികൾ 1, 2, 3, 4 എന്ന തരത്തിൽ നടപ്പാകുന്നത് അവർ കാണുന്നു, അവരുടെ അനുഭവത്തിൽ കാണുന്നു. നമ്മുടെ നാടിന്റെ റോഡ്, കേരളം വിട്ടാൽ നല്ല റോഡുകളുണ്ട്, കേരളത്തിൽ നല്ല റോഡില്ല. കേരളീയരാണെങ്കിൽ ഏറ്റവും കൂടുതൽ മറ്റു പ്രദേശങ്ങളുമായും രാജ്യത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളുമായും ബന്ധപ്പെടുന്നവർ, അവിടങ്ങളിലെല്ലാമുള്ള പുരോഗതിയും വളർച്ചയും അവർ കാണുന്നു. നമ്മുടെ നാടിങ്ങനെ ആയിപ്പോയല്ലോ, എന്റെ നാടിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പരിതപിക്കുന്നു. ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോ പോകുന്നില്ല. ആ നിരാശ ഇപ്പോ കേരളീയർക്കുണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാവില്ല എന്ന് കരുതിയ നാഷണൽ ഹൈവേ ഏതാനും മാസങ്ങൾ കൊണ്ട് ഏറെക്കുറെ പൂർണ്ണാവസ്ഥയിലേക്ക് എത്താൻ പോകുന്നു. ഇതൊരു മാറ്റമല്ലേ? റോഡേ വരില്ല എന്ന് കണക്കാക്കിയ സ്ഥലത്ത് 6 വരി പാത വരികയാണല്ലോ. വലിയ മാറ്റമല്ലേ അതിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നത്? ഇപ്പൊ തന്നെ ചിലയിടം പൂർത്തിയായി കഴിഞ്ഞല്ലോ. ഇങ്ങനെയുള്ള ഏതെല്ലാം പദ്ധതികള് ഇപ്പോ 2016
LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോ കേരളം വ്യവസായത്തിന് പറ്റിയൊരു സ്ഥലമല്ല. ഇതാണ് പൊതുവിലുള്ള ധാരണ. ഇവിടെ വ്യവസായം പച്ചപിടിക്കില്ല. പണ്ടേയുള്ള ചില വ്യവസായങ്ങൾ അതങ്ങനെ നിൽക്കുന്നു മാത്രം. പുതുതായിട്ട് വലിയ വ്യവസായങ്ങൾ വന്നില്ല. നമ്മളാണെങ്കിലോ രാജ്യം കണക്കാക്കുന്നുണ്ട് ഈ വ്യവസായ സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കുന്ന സ്റ്റേറ്റുകളെ. അതിൽ നമ്മൾ വളരെ പുറകിൽ. ഇത് കേരളത്തിലൊരു പൊതു സ്വഭാവമായിട്ട് കണക്കാക്കി തീർത്തു. പക്ഷേ LDF അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരിന്റെ ചുമതല നിർവഹിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തി. ആ ശ്രമം നാടിന് പുരോഗതി ഉണ്ടാക്കലാണ്. ആ പുരോഗതിക്ക് വ്യവസായങ്ങൾ കൂടി വരണം. ആ വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടണം. അതിനെന്ത് ചെയ്യണം? അതിവിപുലമായ ആലോചനകളിലേക്ക് ഗവൺമെന്റ് കടന്നു. വ്യവസായവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും, വ്യവസായികള്, ഉദ്യോഗസ്ഥര്, അതുമായി ബന്ധപ്പെട്ട മറ്റ് ടെക്നോക്രാറ്റുകള്, എന്തിനധികം പറയുന്നു, ഓഡിറ്റ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരെ അടക്കം വിളിച്ച് ചർച്ച ചെയ്തു. ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നു, അഭിപ്രായങ്ങൾ ഉയർന്നു. അതിന്റെ എല്ലാം ഭാഗമായി ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, നമ്മുടെ നിയമങ്ങൾ ചിലത് ഭേദഗതി ചെയ്യണം. 2, ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണം. ഇത് രണ്ടും സർക്കാർ ചെയ്തു. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നമ്മുടെ ഒരു മാനസിക ഘടന ഉണ്ടായിരുന്നു. അത് വ്യവസായങ്ങൾ വരുന്നതിന് അനുകൂലമായിരുന്നില്ല. ആ പൊതു മാനസിക ഘടന മാറണമായിരുന്നു. അതിനാവശ്യമായ ബോധവൽക്കരണ കാര്യങ്ങളിലേയും കടന്നു. ഇങ്ങനെയുള്ള തുടർച്ചയായ ശ്രമം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2021 തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ LDF-ന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചു. അപ്പൊ നേരത്തെ നടത്തി വന്ന പ്രവർത്തനങ്ങള് അതേ രീതിയിൽ തന്നെ അതേ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ തുടർഭരണത്തിന് സാധിച്ചു. അങ്ങനെയാണ് നമ്മുടെ കേരളം ഇന്ത്യ രാജ്യത്തിലെ സംസ്ഥാനങ്ങൾ എടുത്താൽ നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ 1-ാം സ്ഥാനം കേരളത്തിലാണ് എന്ന നില നേടുന്നത്. ഇത് യാദൃശ്ചികമായ വീണ് കിട്ടിയതല്ല. ബോധപൂർവമായ ഇടപെടൽ, അത്തരമൊരു നിലയിലേക്ക് നാടിനെ എത്തിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള കഠിനമായ ശ്രമങ്ങൾ, അതിന്റെ കൂടെ എല്ലാവരും അണിനിരന്നു. അങ്ങനെയാണ് ഈ മാറ്റമുണ്ടായത്. ഇന്നോ നാം തുടങ്ങിയ പല പദ്ധതികളും രാജ്യത്തെ തന്നെ ഏറ്റവും അധികം പ്രശംസിക്കപ്പെട്ട പദ്ധതിയായി മാറി. നമ്മളൊരു സംരംഭക വർഷം, ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് ഇന്ത്യ ഗവൺമെന്റ് അതിനെ വിളിച്ചത്. നിക്ഷേപ സംഗമം കൊച്ചിയിൽ നമ്മൾ നടത്തി. 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ പത്രങ്ങളാണ് ലോകത്തിലെ പ്രധാന കമ്പനികളടക്കം സ്ഥാപനങ്ങളടക്കം വന്ന് ഒപ്പിട്ടത്. അന്ന് 1.5 ഇപ്പോൾ 2 എത്തുകയാണത്. ആ പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിനുള്ള ഫലപ്രദമായ പ്രവർത്തനങ്ങൾ ടാസ്ക് ഫോഴ്സിനെ അടക്കം രൂപീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളത്തിന്റെ മാറ്റമാണ് ഇത് കാണിക്കുന്നത്. ഇത് വ്യാവസായിക രംഗത്ത് മാത്രമല്ല, കാർഷിക രംഗം എടുത്തോളൂ. കാർഷിക രംഗത്ത് 2016 നമ്മുടെ വളർച്ചാ നിരക്ക് വളരെ പരിമിതമായിരുന്നു. ഇപ്പോ അന്നത്തെ വളർച്ചാ നിരക്കിന്റെ ഇരട്ടിയിലധികം വളർച്ചയിലേക്ക് കാർഷിക രംഗത്തെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു. പല മാറ്റങ്ങൾ കാർഷിക രംഗത്ത് കൊണ്ടുവന്നു. അതിന്റെ ഭാഗമായി കാർഷികോൽപ്പന്നങ്ങള് വലിയ തോതിൽ വർദ്ധിക്കുക, അതിന്റെ കൂടെ
മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അതുമായി ബന്ധപ്പെട്ട എഗ്രോ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാവുക, അങ്ങനെ വിവിധ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇത് കേരളത്തിന്റെ ആകെ മാറ്റം കുറിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഏറ്റവും കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ത്യയിൽ 1-ാം സ്ഥാനം തുടർച്ചയായി കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 2016 ഇതേ വിദ്യാഭ്യാസ രംഗമായിരുന്നു എല്ലാവരും വേദനിച്ചിരുന്നൊരു കാര്യം. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം തകർന്നു പോകുമെന്നായിരുന്നു അന്നത്തെ കണക്കുകൂട്ടൽ. ഇപ്പോ ആ ചിന്ത ആർക്കുമില്ല. നല്ല രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ച് നാം മുന്നോട്ട് പോകുന്നു. നീതി ആയോഗിന്റെ തുടർച്ചയായ പ്രശംസ നേടുന്നു. വെറുതെ ഉണ്ടായതല്ലത്. 5000 കോടി രൂപയാണ് ആ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ മാറ്റത്തിന് വേണ്ടി സർക്കാർ ചെലവഴിച്ചത്. വിവിധ സ്രോതസ്സുകളിലൂടെയുള്ള പണം. നമ്മുടെ ആരോഗ്യരംഗം, രാജ്യം വലിയ ഔത്സുക്യത്തോടെ നോക്കിക്കാണുന്ന ഒരു രംഗമാണ് കേരളത്തിലെ ആരോഗ്യരംഗം. എല്ലാ രീതിയിലും മെച്ചപ്പെട്ടിരിക്കുന്നു. കോവിഡ് ഘട്ടത്തിൽ പോലും മുട്ടുമടക്കേണ്ടി വന്നില്ല. നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ ഇന്നത്തെ കാലത്തിന് അനുസൃതമായ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനാണ് LDF നേതൃത്വം കൊടുത്തത്. അതിന്റെ ഭാഗമായി എല്ലാവർക്കും അനുഭവപ്പെടുവാനുള്ള മാറ്റം ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം ആർക്കാണ് ഗുണം ചെയ്യുന്നത്? ഇതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഏറ്റവും മികവുറ്റതാകുന്ന ഒന്നായി മാറുമ്പോ അത് നമ്മുടെ നാടിന്റെ എല്ലാ വിഭാഗം ആളുകൾക്കുമാണ് ഉപകാരപ്പെടുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തികമായി അധികം ശേഷിയില്ലാത്തവർ. അവർക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രധാനമാണ്. മികവാർന്ന വിദ്യാഭ്യാസം പൊതുവിദ്യാലയങ്ങളിൽ ലഭിക്കുന്നു. നാടിനാണ് അതിന്റെ ഗുണം. ആരോഗ്യരംഗത്ത് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുമ്പോ നമ്മുടെ നാടിന്റെ ആരോഗ്യത്തിനാണ് നന്നാകുന്നത്. നാടിന്റെ ആരോഗ്യത്തിന് ഗുണകരമായി മാറുകയാണ്. പാവപ്പെട്ടവർക്ക് ആശ്രയിക്കാവുന്ന ആശുപത്രികളാണ് സർക്കാർ ആശുപത്രികൾ. അവയാണ് ഏറ്റവും മികവാർന്ന രീതിയിൽ ഇപ്പോ കരുത്താർജിച്ചിട്ടുള്ളത്. അപ്പോ നാടിന്റെ പൊതുവായ ഉന്നമനത്തിനാണ് ഇതെല്ലാം സഹായിക്കുന്നത്. ഈ കൂട്ടത്തിൽ തന്നെയാണ് നമ്മുടെ നാട് വരുന്ന നവംബർ 1 അതിദരിദ്രരില്ലാത്ത ഒരു നാടായി മാറുക എന്ന നില കേരളം സ്വീകരിക്കുന്നത്. നവംബർ 1 കേരളത്തിലെ ഒരു കുടുംബവും അതിദരിദ്ര കുടുംബമായിട്ടുണ്ടാവില്ല. നമ്മുടെ രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത്. മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇത്തരമൊരു കാര്യം ആലോചിക്കാൻ പോലും കഴിയില്ല. ഇന്ന് രാജ്യത്തെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ വിലക്കയറ്റം വളരെ പ്രസിദ്ധമാണ്. എല്ലായിടങ്ങളിലും വില കയറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പൊതുവായ കണക്കുകൾ എടുത്താൽ രാജ്യത്ത് ഏറ്റവും കുറവ് വിലക്കയറ്റം അനുഭവപ്പെടുന്നത് കേരളത്തിലാണ്. സാധാരണഗതിയിൽ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ നമ്മുടെ കേരളത്തില് വലിയ തോതിൽ വിലക്കയറ്റം അനുഭവപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടാണ് വിലക്കയറ്റം അങ്ങനെ അനുഭവപ്പെടാത്തത്? ഫലപ്രദമായ ഇടപെടൽ, പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തൽ, അതിനായി പണം നീക്കിവെക്കൽ,
അതിലൂടെയാണ് മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്നത്. അങ്ങനെയാണ് വിലക്കയറ്റത്തെ ഒരു പരിധിയോളം തടുത്തു നിർത്താൻ കഴിഞ്ഞത്. നമ്മള് വികസന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ക്ഷേമപ്രവർത്തനങ്ങളിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നതാണ് അനുഭവത്തിൽ കാണാൻ കഴിയുക. ക്ഷേമപ്രവർത്തനങ്ങളില് ഈ ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യത്തില് വല്ലാത്ത പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ഭാഗമായിരിക്കുന്ന ആള് തന്നെ പറയുന്നത് ഇത് കൈക്കൂലിയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഒരു ആശ്ചര്യമില്ല കേട്ടോ. കാരണം കോൺഗ്രസ് ഒരു കാലത്തും ഇതിന്റെ കൂടെ നിന്നിട്ടില്ല. ആ ചരിത്രം നമ്മൾ ആദ്യം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. നമ്മളെല്ലാ അനുഭവത്തിലുള്ളതാണെങ്കിലും ഒന്ന് ഓർത്തു നോക്കുന്നത് നല്ലതാണ്. 1980 60 വയസ്സ് കഴിഞ്ഞ കർഷക തൊഴിലാളിക്ക് 45 രൂപ പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അന്ന് നായനാർ മുഖ്യമന്ത്രിയായ സർക്കാരാണ് ആ നിലപാടെടുക്കുന്നത്. അത് എതിർത്തിയ ആളുണ്ട്. എതിർത്തത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ അന്തരിച്ചുപോയ കരുണാകരനായിരുന്നു. കോൺഗ്രസിന്റെ നിലപാടായിരുന്നു. തൊട്ടു പിന്നാലെ UDF ഗവൺമെന്റാണ് വന്നത്. ആ ഗവൺമെന്റ് ഈ പെൻഷൻ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അതിനുശേഷം 87 വീണ്ടും LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റാണ് 45 രൂപയിൽ നിന്ന് 60 രൂപയിലേക്ക് ഈ പെൻഷൻ ഉയർത്തുന്നത്. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് തൊട്ടു പിന്നാലെ വന്ന UDF ഗവൺമെന്റ് ഒരു നടപടിയും എടുത്തില്ല. ആ 60 രൂപ തന്നെ തുറന്നു. 96 വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റ് അത് 120 രൂപയായി വർദ്ധിപ്പിച്ചു. അത് 2001 ആയപ്പോ ആ തെരഞ്ഞെടുപ്പിൽ ആ ഗവൺമെന്റ് LDF പരാജയപ്പെട്ടു, UDF വന്നു. 2001 മുതൽ 2006 വരെ UDF ആണ് അധികാരത്തിലുള്ളത്. അന്ന് 120 രൂപയാണ് പെൻഷൻ. നേരത്തെ കൊടുത്ത 120 രൂപ, LDF സർക്കാർ പ്രഖ്യാപിച്ച 120 രൂപ. UDF എന്ത് ചെയ്തു എന്നറിയോ? ഒരു പൈസ വർദ്ധിപ്പിച്ചില്ല. 2006 ആയപ്പോ ആ 120 രൂപ കൊടുക്കേണ്ട പെൻഷൻ എത്ര മാസമായിരുന്നു കുടിശ്ശിക? കാലം കുറെ ആയതുകൊണ്ട് നമ്മൾ പലരും ഇപ്പൊ അത് ഓർക്കുന്നുണ്ടാവില്ല. 28 മാസം. 28 മാസത്തെ കുടിശ്ശിക ആ ഗവൺമെന്റ് വരുത്തിയിരുന്നു ഈ പെൻഷൻ 120 രൂപ. 2006 അധികാരത്തിൽ വന്ന LDF സർക്കാർ അത് ആ 120 നിന്ന് പിന്നെ 500 രൂപയാക്കി അതിന് ഉയർത്തി. 2011 വീണ്ടും UDF അധികാരത്തിൽ വന്നു. ആദ്യമായി UDF ഒരു കാര്യം ചെയ്തു. അത് ഈ 500 രൂപ പെൻഷൻ ഒരു 100 രൂപ കൂടി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെ ഒരു സംഭവമാണ്. തീരുമാനിച്ചതേ ഉള്ളൂ കേട്ടോ, കടലാസില, പണം കൊടുത്തിട്ടില്ല. 2016 LDF അധികാരത്തിൽ വന്നപ്പോ ഞങ്ങൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേർന്നപ്പോ എന്താ സ്ഥിതി നോക്കി? പെൻഷന്റെ 18 മാസത്തെ കുടിശ്ശിക. അപ്പൊ ഇത് 100 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും അത് കടലാസിൽ മാത്രമായിരുന്നു. ആ 600 രൂപ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു. അത് LDF ആണ് ചെയ്തത്. പിന്നെ വർധനവ് തുടങ്ങി. 600 നിന്ന് 1600 എത്തി. ഇപ്പൊ എത്ര പേർക്കാ? 60 ലക്ഷം പേർക്ക്. ഈ 1600 എത്തുന്നതിനിടക്ക് ഒരു ഘട്ടത്തിലാണ്
ഒരു തുക, ഒരു 100 രൂപ കടലാസിൽ വർദ്ധിപ്പിക്കാൻ UDF തയ്യാറായത്. എല്ലാ ഘട്ടത്തിലും എതിരായിരുന്നു. എല്ലാ ഘട്ടത്തിലും എതിരായിട്ടേ സംസാരിച്ചിട്ടുള്ളൂ. അതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. അപ്പോ കോൺഗ്രസ് നേതൃത്വം ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയതിൽ വലിയ ആശ്ചര്യം കാണാനില്ല. ഞങ്ങൾക്കൊന്നേ അതിനോട് പറയാനുള്ളൂ. ഞങ്ങൾ ഈ കാര്യങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാസം തോറും പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അത് ഇവിടെ നിൽക്കുമെന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, വർദ്ധിപ്പിക്കും തന്നെയാണ്. ഉചിതമായ സമയത്ത് അതിനാവശ്യമായ തീരുമാനങ്ങളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം നമ്മുടെ നാടിന്റെ ഒരു ഭാഗത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളാണിത്. അതാണ് നാം നൽകുന്നത്. ഏതെങ്കിലും ഔദാര്യത്തിന്റെ ഭാഗമായി ആരെങ്കിലും നൽകുന്ന തുകയല്ല. അവർക്ക് അർഹതപ്പെട്ട കാര്യമാണ്. ഈ മണ്ണിൽ നല്ല രീതിയിൽ ജീവിക്കാൻ അവർക്ക് കഴിയണം. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ പ്രഖ്യാപിതമായ നിലപാട്. ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ് വന്യജീവി സംഘർഷത്തിന്റെ പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് വനം പ്രദേശവുമായി തൊട്ടുകിടക്കുന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ പലപ്പോഴും വന്യജീവികളുടെ കടന്നുകയറ്റത്തിന് ഇരയാകുന്നുണ്ട്. ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം വന്നത് നമ്മൾ ആലോചിക്കണം. ഒന്ന്, മനുഷ്യർക്ക് ജനസംഖ്യാ നിയന്ത്രണം നല്ല രീതിയിൽ പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനമൊക്കെ അതിന്റെ ഏറ്റവും പ്രശസ്തമായ രീതിയിൽ നിൽക്കുകയാണ്. രാജ്യവും പൊതുവിൽ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. എന്നാൽ അത് മനുഷ്യരുടെ കാര്യത്തിലാണ്. മൃഗങ്ങളുടെ കാര്യത്തിൽ അത് ബാധകമല്ലല്ലോ. മൃഗങ്ങൾ ഇഷ്ടം പോലെ പെരുകയല്ലേ. ആ പെരുകുന്നതിനെ നിയന്ത്രിക്കാൻ എന്താണ് മാർഗം? നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമം, അത് പൂർണ്ണമായും ഈ സാഹചര്യത്തിനെതിരായിട്ടുള്ളൊരു നിയമമാണ്. അതാണ് 1972 അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം. ആ നിയമപ്രകാരം ഒരു മൃഗത്തെയും തൊടാൻ പാടില്ല. ലോകത്ത് ഇന്ത്യ എന്നൊരു രാജ്യത്ത് മാത്രമല്ല കാടും മൃഗങ്ങളും ഉള്ളത്. ലോകത്ത് പല രാജ്യങ്ങളിലും കാടും മൃഗവും ഉണ്ട്. ആ രാജ്യങ്ങളിൽ മിക്കതിലും നല്ലതുപോലെ വേട്ടയാടലും നടക്കാറുണ്ട്. കാരണം കുറെ എണ്ണം അങ്ങനെ തീരും. ഇവിടെ അത്തരമൊരു പതിവേയില്ല. അത്തരമൊരു കാര്യം പാടില്ല. ഇതാണ് ഭേദഗതി ചെയ്യണം എന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് കൊണ്ടുവന്ന നിയമമാണെങ്കിലും BJPക്ക് ഈ നിയമത്തോടെന്തോ വല്ലാത്ത പ്രതിപത്തിയാണുള്ളത്. അതങ്ങനെ തന്നെ നീങ്ങും എന്നാണ് കേന്ദ്രമന്ത്രി ഇടക്കിടക്ക് പറയുന്നത്. നമ്മുടെ ആവശ്യം തള്ളുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. നമ്മളതിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. ഏതായാലും ഒരു ഘട്ടത്തിൽ ഇത് അംഗീകരിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. നാം അത് തുടർന്നും അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും. അതോടൊപ്പം നാം കേന്ദ്ര ഗവൺമെന്റിനോട് ഇക്കാര്യത്തിൽ ഒരു പാക്കേജ് വേണം, നടപടികൾ സ്വീകരിക്കണം, ഉള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരാതിരിക്കാനുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാനാവണം, അതിനൊട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പാക്കേജ് പ്രഖ്യാപിക്കാനാവണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു. മറുപടിയില്ല. അതുമായി ബന്ധപ്പെട്ട് സഹകരണം ലഭിക്കുന്നില്ല. ആ സഹകരണം ലഭ്യമാകാനുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ലഭ്യമായാലും ലഭ്യമായില്ലെങ്കിലും നമുക്കാകാവുന്ന രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു പോകുന്നുണ്ട്. അതിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല മാറ്റങ്ങൾ പലയിടത്തും വന്നിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടില്ല. അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
നല്ല രീതിയിൽ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് സഹായം അക്കാര്യത്തിൽ പ്രധാനമാണ്. അതിന് തുറന്നു ശ്രമിക്കുകയും ചെയ്യും. ഇവിടെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ 11ാം മണിക്കൂറിലാണ്. സ്വരാജിനെ നിങ്ങളുടെ മുന്നിൽ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. സ്വരാജിനെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് അയക്കുക. ഞങ്ങൾ അദ്ദേഹത്തെ അവിടെ കാത്തിരിക്കുകയാണ്. നല്ല ഭൂരിപക്ഷത്തോടെ അയക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.